ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു A5 ഫ്രെയിം സെറ്റ് ചെയ്യാം കേട്ടോ. പിക്ക് അയച്ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രെയിം ആക്കിയാൽ മതി എന്ന് നമ്മളോട് കസ്റ്റമർ പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവയിൽ ഒന്ന് A5 സൈസ് ആക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ പ്രിന്റ് എടുക്കാൻ പോയിട്ടോ. അപ്പൊ അതാ പ്രിന്റ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതാ നമ്മുടെ പ്രിന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ A5 സൈസിന്റെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് അതിന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പൊതുവേ എല്ലാവരും ഉള്ള ഈ ടോക്കാണ്, ഈ പണി ചെയ്യാൻ അത്രക്ക് റിസ്ക് ഉണ്ടോ? അങ്ങനെ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫ്രെയിം ചില ഷോപ്പിൽ അവൈലബിൾ അല്ലെങ്കിൽ വേറെ ഷോപ്പിൽ പോകണം. പിന്നെ നമ്മൾ കൊറിയർ ചെയ്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടൈമിന് കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ വരാറുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്ന് വിളിച്ചിട്ട് തലേ ദിവസത്തേക്കായിരിക്കും ഓർഡർ കൺഫേം ചെയ്യുക. അപ്പോൾ ഒക്കെ നമുക്ക് റിസ്ക് ആയിരിക്കും. എനിക്ക് കൂടുതലും മിക്കവാറും വരുന്ന വർക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ. തലേ ദിവസം വിളിച്ച് പറഞ്ഞ് നാളെ രാവിലേക്ക് നാളെ വൈകുന്നേരത്തിന് സെറ്റ് ചെയ്യുക, അങ്ങനെ പറയുന്ന ഒരു വർക്കുകളായിരിക്കും എനിക്ക് കൂടുതൽ കിട്ടലുള്ളത്. പിന്നെ അത് മാത്രമല്ല, എഡിറ്റിംഗ് പറയുമ്പോൾ നമ്മൾ എത്ര എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്താലും ചില കസ്റ്റമേഴ്സ് നോക്കിയാവില്ല. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ. ചില കസ്റ്റമേഴ്സിനെ നമ്മുടെ ഇഷ്ടം അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ചിലവർക്കാണെങ്കിൽ നമ്മൾ എത്ര എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്താലും അവർക്ക് ഓക്കെ ആവില്ല. പിന്നെയും നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് നമ്മൾ ഇത്ര നേരം ഫോണിക്ക് നോക്കിയിരിക്കുമ്പോഴുള്ള തലവേദന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ഫൈനൽ ലുക്ക് നമുക്ക് ഫോട്ടോ വീഡിയോസ് കാര്യങ്ങൾ എടുക്കുക, പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുക, അതൊക്കെ അത്യാവശ്യം മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഇതെങ്ങനെയാണ് പ്രൈസ് മേടിക്കുക, നമ്മൾ പ്രൈസ് എങ്ങനെയാണ് ചാർജ് ചെയ്യുക, അതുള്ളതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് കേട്ടോ. അപ്പൊ അതായത് നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു അതിൽ കൂടെ പ്ലസ് നമ്മുടെ മേക്കിംഗ് ചാർജും കൂടെ എടുത്തിട്ട് നമ്മൾ പ്രൈസ് പറയുക. പിന്നെ നമ്മൾ പ്രിന്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റ് തന്നെ എടുക്കുക നോക്കുക. അതേപോലെ ഫ്രെയിമും നല്ല ക്വാളിറ്റി ഉള്ള എടുക്കുക. പിന്നെ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൽ തന്നെ ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ആട്ടോ ഫ്രെയിമിന് വരിക. അപ്പോൾ ഒരു കടയിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങുക. പക്ഷെ എന്നാലും കൂടെ ഓരോ കടയിലും ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ വരിക. പിന്നെ എത്ര റിസ്ക് എടുത്താലും കസ്റ്റമറെ ഹാപ്പി ആവുക എന്നുള്ളതായിരിക്കുമല്ലോ അല്ലെ ഏതൊരു സ്മാൾ ബിസിനസ് ഓണേഴ്സും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതൊക്കെ അത്രേ ഉള്ളൂ. അവരുടെ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം ഹാപ്പി ആയിരിക്കില്ലേ. അപ്പൊ പറഞ്ഞ് നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രെയിമിന്റെ ബാക്കിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി ജസ്റ്റ് നല്ല സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ടാപ്പും കൂടി ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഫ്രെയിമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു വീഡിയോ ഞാൻ അടുത്തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫ്രെയിം ഒന്ന് നമുക്ക് നല്ല ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കിത് കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യാനുള്ളതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി കൊടുക്കുക. അപ്പൊ ടാറ്റ ബൈ ബൈ.